ഇന്ന് ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്ന തീക്കോയി ഭാഗത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അയ്യമ്പാറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഞങ്ങൾ അയ്യമ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൂര കാഴ്ചകൾ പോലും അതിമനോഹരമായി കാണപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് സായാഹ്നങ്ങൾ ചെലവഴിക്കുവാൻ വേണ്ടി ആളുകൾ ഈ ഒരു അയ്യമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ഞാൻ എന്റെ സെമിനാരി കാലഘട്ടത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളില് ഇത്രമാത്രം ടൂറിസം ഡെവലപ്പ് ആകാത്ത സമയത്ത് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും ഇതിനടുത്തുള്ള ദേവാലയം സന്ദർശിക്കുവാനും ഒക്കെ ഇടവന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. ഇത് വീണ്ടും മോടി പിടിപ്പിച്ചതിന് ശേഷമുള്ള ഒരു അയവറക്കലാണ്. താഴ്വാരങ്ങളിലെ മേഘപ്പാളികൾ പോലും വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചകൾ. ഈ കാഴ്ചകൾ അയവിറക്കുവാൻ വേണ്ടിയിട്ടാണ് ധാരാളം ആളുകൾ ജാതി ഭേദമന്യേ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാനുള്ള കാരണം എന്ന് പറയുന്നത്. തീക്കോയി ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തായിട്ട് നിലകൊള്ളുന്ന അയ്യമ്പാറയുടെ പ്രകൃതി സൗന്ദര്യം മുഴുവനും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് സായാഹ്നങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു മഴ സമയത്താണ് എത്തിച്ചേർന്നത്. മഴക്കോട്ടുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചകൾ മുഴുവനും പൂർണ്ണമല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ട്. തെളിഞ്ഞ രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രകൃതി കാഴ്ചകൾ എന്റെ ക്യാമറയിൽ പകർത്തുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും ഈ ഒരു കാഴ്ചകൾ മുഴുവനും, പ്രകൃതിയുടെ വലിയ ഒരു സൗന്ദര്യം, അത് മുഴുവനും എന്റെ ക്യാമറയിൽ ഞാൻ പൂർണ്ണമായിട്ടും പകർത്തുവാൻ ശ്രമിക്കുകയാണ്. പ്രകൃതി ഒരുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യം എന്നെ ഏറെ ആകർഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗുജറാത്തിൽ നിന്ന് എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ എന്റെ വലിയൊരു ആഗ്രഹമായിട്ട് ഈ ഒരു അയ്യമ്പാറ സന്ദർശനം ഞാൻ മാറ്റിവെക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. അധികം താമസിക്കാതെ തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു നല്ല മനോഹരമായ കാഴ്ചകൾ, ടൗൺ പള്ളികളോ ഒക്കെ എനിക്ക് അടുത്തു കാണുവാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകൾ മുഴുവനും ഞാൻ അയവിറക്കുകയാണ്. അരുവിത്തറ ഭാഗത്തുള്ള ടൗണുകൾ മുഴുവനും നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാഴ്ചയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബഹുനില കെട്ടിടങ്ങളും ചെറിയ കെട്ടിടങ്ങൾ പോലും ഈ ദൂരക്കാഴ്ചയിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. താഴ്വാര കാഴ്ചകൾ മുഴുവനും അതീവ സുന്ദരമായിട്ട് തോന്നുകയാണ്. ഇന്ന് നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഭാഗമായിട്ട് ഈ ഒരു അയ്യമ്പാറ ടൂറിസം ഒത്തിരിയേറെ മോടി പിടിപ്പിക്കുന്നതിലും വികസിപ്പിക്കുന്നതിലും ഒത്തിരിയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് ഇന്ന് എത്തിച്ചേരാനുള്ള പ്രധാന കാരണം. ഇതിന്റെ സമീപ ഭാഗത്തുള്ളവരൊക്കെ ഇത് വന്ന് കാണും നല്ലതാണ്.